നമസ്തേ. അച്ഛൻ മരണപ്പെട്ട സഹതാപത്തിൽ എങ്ങനെയോ MLA ആയി. എന്നാൽ ആളെ വേണ്ടത്ര മനസ്സിലായപ്പോൾ ജനം ആ തെറ്റുതിരുത്തി. ഇത്തവണ നേമത്ത് പോയി നിന്ന് കഴിഞ്ഞ തവണ K മുരളീധരൻ നേടിയതിൽ നിന്നും 7000 വോട്ടാണ് കുറഞ്ഞത്. BJPക്ക് 5000 വോട്ടിന്റെ ഭൂരിപക്ഷവും കിട്ടി. ഒന്ന് ഓർത്തു നോക്കിയേ, ഏറ്റവും കഴിവില്ലാത്തതിനെപ്പോ കിഡ് എന്ന് പലരും പറയുന്ന അനൂപ് ജേക്കബ് തന്റെ പിതാവിന്റെ ലെഗസി മണ്ഡലത്തിൽ കാത്തു സൂക്ഷിച്ചു. അതും കടുത്ത LDF തരംഗത്തിൽ പോലും വീണ്ടും വീണ്ടും ജയിച്ചു. ഇപ്പോൾ മന്ത്രിയുമാണ്. അതേസമയം കാർത്തികേയന്റെ മണ്ഡലം CPIMന് അടിയറവ് വെച്ചവനാണ് ശബരിനാഥൻ. പാലയിലെ ഈ പേരിൽ ജോസിന് കിട്ടുന്ന ഊക്കിന്റെ ഒരംശം പോലും ശബരിനാഥന് കിട്ടുന്നില്ല എന്നത് മറ്റൊരു കാര്യം. MLA ആയിരുന്നവൻ മത്സരിച്ച് കൗൺസിലറായി. കോൺഗ്രസ് കോട്ടയായ കവടിയാർ നിന്ന് 74 വോട്ടിന് മുക്കി ജയിച്ചു. അതേസമയം VV രാജേഷിന്റെ വിജയം 515 വോട്ടിനാണെന്ന് ഓർക്കണം. 45 വർഷം തുടർച്ചയായി കോർപ്പറേഷൻ ഭരിച്ച CPIM അവിടെ നടത്തിയ അഴിമതികൾ പുറത്തു വരുമ്പോൾ അവരെക്കാൾ വേവലാതി ശബരിനാഥനാണ്. 20 കൗൺസിലർമാരെയും കൊണ്ട് മേയറാകാൻ നടക്കുന്നത് കാണുമ്പോൾ എന്തൊരു കോമാളിയാണ് ഇയാൾ എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ 1/3 അംഗസംഖ്യ വേണം. അതായത് 101 സീറ്റുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 34 കൗൺസിലർമാരുണ്ടെങ്കിലേ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാനാവൂ. UDFനുള്ളത് 20 പേരാണ്. LDFന് 29 പേരുമാണുള്ളത്. CPMന്റെ പിന്തുണയോടെ അല്ലാതെ ശബരിനാഥന് നോട്ടീസ് നൽകാനാവില്ല. ഒരുപക്ഷെ പിണറായി സുധിയൊക്കെ എഴുതിയ കളക്ടർ ഭാര്യയുടെ CPIM ബന്ധം അദ്ദേഹത്തിന് സഹായമായേക്കും. പക്ഷേ 20+29 49 പേരെ ആവുന്നുള്ളൂ. 2 സ്വതന്ത്രരും BJPക്കൊപ്പമാണ്. അതായത് സുഗതനില്ലാതെ തന്നെ 51 പേരുടെ പിന്തുണ BJPക്കുണ്ട്. മാത്രമല്ല, വിജയിക്കില്ലെന്ന് 100% ഉറപ്പുള്ള അവിശ്വാസ പ്രമേയ നീക്കം നടത്തി അവസാനം സ്വന്തം പാളയത്തിലെ വോട്ട് ചോർന്നാലുള്ള അവസ്ഥ ഭീകരമായിരിക്കും. ഇതെല്ലാം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ ശബരിനാഥന് മാത്രം മനസ്സിലാകുന്നില്ല. അയാൾ സ്വയം കോമാളിയുടെ വേഷമണിഞ്ഞ് നാട്ടുകാരെ ചിരിപ്പിക്കുകയാണ്. UDF LDF സംയുക്ത അവിശ്വാസം വരണമെന്നാകും BJPയും ആഗ്രഹിക്കുന്നത്. അതോടെ കേരളത്തിലും NDA vs ND നേർക്കുനേർ വരും.